ഞാൻ നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ കേട്ടോ. ഇന്ന് അന്നമ്മയില്ല, അവള് ഭയങ്കര ബിസിയാണ്. അവൾക്ക് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അവള് കുറച്ച് തിരക്ക്. ഒരു ഐറ്റം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളൊരു പാറ്റേൺ ആട്ടോ. കാരണം ബാംഗിൾ സെക്ഷനിൽ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കാണിച്ചതെല്ലാം തന്നെ അത്യാവശ്യം മൊത്തത്തിൽ തന്നെ തീർന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ തന്നെ ചെറിയൊരു വെറൈറ്റി. അപ്പം ഇന്ന് സിൽവറിൻ്റെ ഐറ്റംസ് മാത്രമേ കാണിക്കുന്നത്. കാരണം കളറിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മോഡലായത്. സിൽവർ ആയതുകൊണ്ട് ഒത്തിരി കിടക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇടാവേ, ചുമ്മാ ഇങ്ങനെ ഇട്ടാൽ മതി. ഇതുപോലെ ഒരു ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച സൈസ് ലോക്കല്ല, ഇത് ചുമ്മാ സിമ്പിളായിട്ട് ചുമ്മാ കയറ്റിയിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതും അളവിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട. ഇതും അങ്ങനെ ഭയങ്കര ഇവിടം കൊണ്ട് വണ്ണം കൂടുതലുള്ളവർക്ക് പറ്റത്തില്ല കേട്ടോ. ഒരു 24, 26 വരെയൊക്കെ ഓക്കെയാണ്. അപ്പം എൻ്റെ കൈക്ക് ഇവിടം കൊണ്ട് ഇച്ചിരി വണ്ണം കുറവുള്ളതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിടക്കും കേട്ടോ. അതങ്ങനെ ഇച്ചിരി ലൂസായിട്ട് കിടന്നാലും കാണാൻ ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതും AD സ്റ്റോൺ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. സിൽവർ കോട്ടിംഗ് ആണ് എടുത്ത് AD സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള ആ ഒരു സ്റ്റോൺ വർക്കാണ്. അപ്പോൾ ഇത് വലിയ റേറ്റ് ഇല്ല കേട്ടോ, 290 രൂപയുള്ളൂ. അപ്പോൾ എല്ലാത്തിനും നമ്പർ ഞാൻ അവിടെ കൊടുത്തേക്കാം. ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. അടുത്ത കാണാം. ഓക്കെ, രണ്ടാമത്തെ ഡിസൈൻ ഇതാട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. സെയിം തന്നെ പാറ്റേൺ. ഇതുപോലെ ഇങ്ങനെ അകത്തിട്ടിട്ടാൽ മതി. ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നൊരു മോഡലാണ്. പിള്ളേർ സെറ്റൊക്കെ ആണല്ലോ നല്ല കേട്ടോ. ഇതുപോലെയാണ് ഇതിൻ്റെ സ്റ്റോൺ വർക്ക് വരുന്നത്. എല്ലാം ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്. നിങ്ങൾക്ക് ആ കറക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പം ബുക്ക്ഡ് ആയി കിടക്കുകയൊക്കെ ആണെങ്കിൽ സോൾഡ് ഔട്ട് കാണിക്കും. പിന്നെ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കിയാൽ പറ്റും. നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ചോദിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പം ഒന്നുകൂടെ ചുമ്മാ ഒരു ഫോട്ടോ ഇട്ട് നോക്കിക്കോ. ചിലപ്പോൾ ബുക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്തവരൊക്കെ അങ്ങനെ പിന്നെയും ചില സാധനങ്ങൾ നമുക്ക് ബാലൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ഫോട്ടോ ഇട്ട് നോക്കിയാൽ മതി. അപ്പോഴും സോൾഡ് ഔട്ട് ആണെങ്കിൽ ചിലപ്പോൾ തീർന്നായിരിക്കും. അല്ലെങ്കിൽ ബുക്കിംഗ് ടൈം കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഡിസൈൻ. അപ്പോൾ ഇതിനും സെയിം റേറ്റ് തന്നെയാണ് 290. നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ ഇതാട്ടോ. ഇതിലും ആ ഒരു ഫുൾ സ്റ്റോൺ തന്നെ കൊടുത്തിട്ട് ഞാൻ പറയാറുള്ള പോലെ നോർമൽ സ്റ്റോൺ അല്ല, ഇതെല്ലാം AD സ്റ്റോൺ ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കാം. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കിടക്കുന്ന മോഡലാണേ. ഇതാണ് എൻ്റെ കയ്യിലിടുമ്പോൾ ഉള്ള ലുക്ക്. ഇതുപോലെ വരും. ബാക്ക് സൈഡിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് സിൽവർ ആ ഒരു ഷെയ്ഡ് തന്നെ. അപ്പോൾ ഇതിനും ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കൈക്ക് വണ്ണമുള്ളവരാണെങ്കിൽ എടുക്കരുത് കേട്ടോ. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഇതാണ്. ഒത്തിരി ഒരയാതൊക്കെ നോക്കിയാൽ മതി. സിൽവർ ആണെങ്കിൽ പോലും കോട്ടിംഗ് ആണ്, അതുകൊണ്ട് ഒത്തിരി ഒരയൊന്നും ചെയ്യരുത്. വലിയ കളർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഈ സിൽവറിന് വരാറില്ല. ഒരയാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ എടുത്ത് വെച്ചിട്ട് ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് എടുത്ത് വെക്കുമ്പോൾ ഒരു ടവലിൽ എടുത്ത് വെച്ചാൽ മതി. അത് ഇങ്ങനത്തെ ഈ ഇമിറ്റേഷൻ എല്ലാം തന്നെ ഒരു എന്തെങ്കിലും തുണിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരയാതിരുന്നോളും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്ന പോലെയാട്ടോ ഇതിൻ്റെയൊക്കെ ലാസ്റ്റിങ്. അത്യാവശ്യം ഒന്ന് നോക്കിയും കണ്ടൊക്കെ ഉപയോഗിച്ചാൽ കുറച്ച് നാളത്തിന് എന്തായാലും കിട്ടും. അപ്പം അതിനുള്ള പ്രൈസേ ഉള്ളൂ. നമ്മൾ ആ ഒരു നമ്മൾ സ്വർണ്ണമോ അങ്ങനെ ഒറിജിനൽ ഇതൊക്കെ മേടിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ചെറിയ പൈസയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇത് വരത്തില്ല. ഡെയിലി ഒന്ന് യൂസ് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അടുത്ത ഡിസൈൻ കാണാം. ഇതാട്ടോ ലാസ്റ്റ് ഡിസൈൻ. ഇതും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. 4 ഡിസൈൻസ് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ ഷോപ്പിലെ സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പീസസ് എൻ്റെ കയ്യിലില്ല. 2-3 പീസൊക്കെ കാണുള്ളൂ. അപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ റെസ്പോൺസ് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനിത് എന്തായാലും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഒരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ഒത്തിരി പീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഇരുന്ന് അങ്ങ് കാണിക്കുന്നുള്ളതേ ഉള്ളൂ. കാരണം ആ ഒരു ഞാൻ തുടങ്ങിയതല്ലേ. അപ്പം എന്തായാലും എല്ലാവരും ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ വന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ഓർണമെൻറ്റ്സും ബെഡ്ഷീറ്റും ഒക്കെ ആണെങ്കിലും എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുക. അതുകൊണ്ടാട്ടോ ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ നോക്കിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമ്പർ ചേർത്തിട്ട് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ. ഇതൊരു ഇട്ട് കാണിച്ചേക്കാം. എല്ലാം ഇട്ട് കാണിച്ചില്ല. അപ്പോൾ ഇത് മാത്രമായിട്ട് ഇട്ട് കാണിക്കാതിരിക്കുന്നില്ല. സിമ്പിളായിട്ട് തന്നെ ഇടാം കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. എല്ലാം സൈസൊക്കെ ഓൾമോസ്റ്റ് സെയിം ആട്ടോ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ റൗണ്ടൊക്കെ ഏകദേശം ഒരു 2-4 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ അളവ് വന്നേക്കുന്നത്. 2-6 വരെ ഉള്ളവർക്കും വലിയ കുഴപ്പമില്ലാതെ ഇടാൻ പറ്റും കേട്ടോ. അപ്പം അതിന് മേലോട്ട് 2-8 ഒക്കെ എടുക്കുന്നവർക്ക് പറ്റത്തില്ല. ഇതുപോലെ എന്താണ് ഇപ്പം ഈ മോഡലിലൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് കാണുമ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ പുതിയത് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് കടയിലെ സ്റ്റോക്കാണ്. ഒത്തിരി ഒന്നും പീസസ് എൻ്റെ കയ്യിലില്ല. പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് താമസിക്കാതെ തന്നെ ഞാൻ എൻ്റെ പുതിയ ഡിസൈൻസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.